ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ എഡ്യൂക്കേഷൻ ടു ഓൾ. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് 4 ആണ്. ഇന്ന് പഠിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്താണ്, അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നെയിമിങ് ചെയ്യാൻ. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ പാർട്ട് 1ഉം 2ഉം 3ഉം കാണാത്ത നമ്മുടെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നെയിമിങ് വരുമ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അറിയാത്തവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു സിസ്റ്റമാറ്റിക്കലായിട്ട് പഠിച്ചു വരുന്നതാണ്. അപ്പോൾ ആ 1, 2, 3 വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ കാർബണിലെ ഫസ്റ്റ് കാർബൺ വെച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഥേൻ ആണ്. മീഥേന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇതാണ് മീഥേൻ. ഓക്കെ, ഇത് ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മെത്ത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ. ഇവിടെ നിന്നും ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തപ്പോൾ നമ്മൾ ആ എയിന് മാറ്റി അതിന്റെ പേര് മാറ്റി. അതിന്റെ പേര് എന്താ? വൈലൈൻ, മീഥൈൽ. ഇത് നമ്മൾ പ്രിഫിക്സ് ആയിട്ടാണ് സാധാരണ ഉപയോഗിക്കാറ്. എന്താണ് പ്രിഫിക്സ് എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയാം എന്താണ് പ്രിഫിക്സ് എന്ന് സാർ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇത് പ്രിഫിക്സ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. നമ്മൾ നെയിമിങ് എഴുതുമ്പോൾ മീഥേലിന് പ്രിഫിക്സ് ആയിട്ടാണ് ഉപയോഗിക്കാറ്. ഈ ഹൈഡ്രജൻ പോയ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലത്തേക്ക് ചില സമയങ്ങളിൽ ചില ആറ്റങ്ങൾ വന്നു ചേരും. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ വന്നു എങ്കിൽ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്ലോറോ. ഓക്കെ, ഇതിന്റെ പേര് വരുന്നത് ഒരു കാർബൺ ആയതുകൊണ്ട് മെത്ത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ക്ലോറോമീഥേൻ. ചില സമയത്ത് അവിടെ ഫ്ലൂറിൻ വരാം, അല്ലെങ്കിൽ ഐഡിൻ വരാം. അപ്പൊ ക്ലോറിൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ പീരിയോഡിക് ടേബിളിലെ എന്താണ് 17ാമത്തെ എലമെന്റ് ഹാലോജൻസിൽ ആര് വേണമെങ്കിലും വന്നാലും നമ്മൾ അതനുസരിച്ച് മാറ്റണം. ഫ്ലൂറിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൂറോ, ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ക്ലോറോ, ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ ബ്രോമോ, ഐഡിൻ വന്നു കഴിഞ്ഞാൽ ഐഡോ, അങ്ങനെ മാറും. അത്രേ ഉള്ളൂ. അങ്ങനെ സപ്പോസ് ഇവിടെ ക്ലോറിൻ വന്നു എന്ന് വിചാരിക്കാം, ഇതൊരു കോമ്പൗണ്ട്. ഇനി ഇവിടെ മാറിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? OH വരാം. OH ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് നമ്മൾ ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ, ഇതിന്റെ പേര് എഥനോൾ എന്നാണ്. ഓക്കെ, അപ്പോ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹൈഡ്രജനെ മാറ്റി പകരം ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം, 2 ആറ്റങ്ങൾ അല്ലെങ്കിൽ ഒരാറ്റങ്ങൾ, ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, ഐഡിൻ തുടങ്ങിയ ഒരാറ്റം വന്നാൽ ഈ കോമ്പൗണ്ടിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. മനസ്സിലായോ? അതായത് ഒന്നിൽ 2 ആറ്റങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരാറ്റം. പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് അതനുസരിച്ച് നമ്മുടെ ക്യാരക്ടറിൽ വ്യത്യാസം. അതുപോലെ ഇവിടെ 2 ആറ്റങ്ങൾ ചേർന്നിട്ടുള്ളതിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയും. ഗ്രൂപ്പുകൾ വരാം, അല്ലെങ്കിൽ ഓരോരോ ആറ്റങ്ങളായിട്ടും വരാം. എന്തിനു പകരം? ഹൈഡ്രജന് പകരം. അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനും കെമിക്കൽ പ്രോപ്പർട്ടീസിനും വ്യത്യാസം വരും. നമുക്കറിയാം ആൽക്കഹോള് നമ്മൾ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അങ്ങനെ മിക്സ് ആവും അല്ലേ? ശരിയല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? കുറച്ച് നമ്മുടെ ലിക്കർ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ആൾക്കാർ കുടിക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് വെള്ളത്തിൽ സോലിബിലിറ്റി വളരെ കൂടുതലാണ് ആൽക്കഹോൾ. പക്ഷെ ഇവിടെ ക്ലോറിൻ ആണ് വരുന്നതെങ്കിൽ, അതായത് ക്ലോറോമീഥേൻ ആണെങ്കിൽ അത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കൂല. മനസ്സിലായോ? ക്ലോറോമീഥേൻ ആണ് വന്നെങ്കിൽ അത് എന്ത് ചെയ്യില്ല, വെള്ളത്തിൽ നേരത്തെ ആൽക്കഹോൾ ലയിച്ച അത്രയും നന്നായിട്ട് ലയിക്കൂല. അപ്പൊ അതിന് സോലിബിലിറ്റി കുറവാണ്. അപ്പൊ അതിന്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഈ സോലിബിലിറ്റി എന്ന് പറയുന്നത്. അതെന്താണ്? കുറഞ്ഞു പോയി. മനസ്സിലായോ? അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് കലരുക എന്നുള്ളത്, അല്ലെങ്കിൽ മിക്സ് ആവുക എന്നുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്, സോറി കെമിക്കൽ അല്ല. അപ്പൊ ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു. അങ്ങനെ പല വ്യത്യാസങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് ഒരാൾ മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ കോമ്പൗണ്ടിന്റെ സ്വഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു. അങ്ങനെ വ്യത്യാസം വരുത്തുന്ന ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. മനസ്സിലായോ? അപ്പൊ എന്താണ് സാർ ഫങ്ഷണൽ ഗ്രൂപ്പ്? അതായത് ആറ്റങ്ങളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളോ, അതായത് ആറ്റങ്ങളുടെ കൂട്ടങ്ങളോ കാർബണിന്റെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ഒരു കാർബണുമായി ചേരുമ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഭൗതികവും രാസികവുമായ ഗുണങ്ങൾ, അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരുത്തുന്നു എങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം?
ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? യെസ്, അത്ര മതി, അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഡെഫിനിഷൻ ടെക്സ്റ്റ് കിടപ്പുണ്ട്, വായിച്ചു നോക്കുക, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക കേട്ടോ. അങ്ങനെ ഡെഫിനിഷൻ അടിച്ച് നോക്കിയാണെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതിക്കോളാം, ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഏത് ഗ്രൂപ്പ് ഓഫ് ആറ്റം? OH ആണ്. ഇത് സഫിക്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ വേർഡ് റൂട്ടിന് ശേഷം എഴുതേണ്ടതായിട്ടാണ്. അത് നമ്മൾ ഉപയോഗിക്കേണ്ട സഫിക്സ് OL ആണ്. OL കിട്ടിയല്ലോ. നമുക്ക് ആദ്യത്തെ എന്താണ് ഈ പറഞ്ഞ ആദ്യത്തെ ആളെ തന്നെ എഴുതാം. അപ്പൊ ഇത് മീഥേന്റെ ഇവിടെ ഒരു OH വന്നു. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതുന്ന സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം CH3OH. എന്താണ് ഇതിന്റെ പേര്? നെയിമിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒരാളുള്ളത് കൊണ്ട് പിന്നെ ഇതിന് നമ്പർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്പർ ഇടേണ്ട കാര്യമില്ല. അപ്പൊ ഒരു കാർബൺ ഉള്ളത് കൊണ്ട് വേർഡ് റൂട്ട് മെത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് +ANE, OH വന്നതുകൊണ്ട് ഇതാണ് പ്രൈമറി സഫിക്സ്. ഓക്കെ, നമ്മൾ വേർഡ് റൂട്ടിന് ശേഷം എഴുതുന്ന ആദ്യത്തെ സഫിക്സ്. ഇനിയുള്ള സെക്കൻഡറി സഫിക്സ് ആണ് നമ്മൾ ഈ പറയുന്നത് OL. അപ്പൊ ANE എഴുതിയതിനു ശേഷം +OL എഴുതി. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ എഴുതുമ്പോൾ കണ്ടോ, ഇങ്ങനെ രണ്ട് വൗവൽസ് അടുപ്പിച്ച് വന്നാൽ ഈ ഇനെ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ എന്താവും? മെത്ത് ANOL, മെത്തനോൾ. എന്താണ് ഇതിന്റെ പേര്? മെത്തനോൾ. ഓക്കെ, നെക്സ്റ്റ് CH3CH2OH, ഇതിന്റെ പേര്. അപ്പോ 1 2 രണ്ട് കാർബൺ ഉണ്ട്, വേർഡ് റൂട്ട് എത്ത് പ്ലസ് സിംഗിൾ ബോണ്ട് ആണ് അവർ തമ്മിൽ. അപ്പോ ANE പ്ലസ് OH വന്നപ്പോ എന്താണ്? OL. ഇനി അത് ചേർത്ത് എഴുതുമ്പോ എത്ത് ANE വേണ്ട, കാരണം ഇത് രണ്ട് വൗവലാണ്. അപ്പോ OL, എത്തനോൾ. കിട്ടിയല്ലോ? യെസ്, നെക്സ്റ്റ്. നിങ്ങൾക്ക് കിട്ടിക്കാണോ? ഇനി സാറ് ഏതാ മനസ്സിലായി സാറേ? ഓക്കെ, എന്നാൽ ഓർമ്മയോട് ഞാൻ ഇനി ബാക്കിയുള്ളത് പഠിക്കേണ്ടത് നമുക്ക്. CH3CH2OH. പറ, തനിയെ പറ. 1 2 3 മൂന്ന് കാർബൺ ഉണ്ട്. അപ്പൊ പ്രൊപ്പ്. ഓക്കെ, AN എഴുതണോ? വേണ്ട. OHന്റെ എന്താണ്? OL, പ്രൊപ്പനോൾ. കിട്ടിയല്ലോ? യെസ്. ഇനി ഇതിനകത്ത് തന്നെ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വൺ ടു ത്രീ ഫോർ. ഇനി സാറ് ഹൈഡ്രജൻ ഒന്നും ഇടുന്നില്ല, ഇവിടെ OH. എന്തായിരിക്കും ഇതിന്റെ പേര്? എന്നാലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. ഇവിടെ സാറിന്റെ ആണെങ്കിൽ 1 2 3 4 3 ആണ് വരാം അല്ലെ? അപ്പൊ അതെടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് നമ്പർ ഇട്ട 1 2 3 4 2 ആണ് വരുന്നത്. 2ഉം 3യും കമ്പയർ ചെയ്യുമ്പോൾ 2 അല്ലേ കുറവ്. അതുകൊണ്ടാണ് സാർ ആദ്യത്തെ എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. കണ്ടോ, ഒറ്റ നോർത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇവിടുന്ന് നമ്പർ ഇട്ടാലാണ് ഏറ്റവും കുറവ് നമ്പർ. കിട്ടിയല്ലോ? ഇനി ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഇതിന്റെ പേരിടുന്നത്? 1 2 3 4. ഓക്കെ, ബ്യൂട്ട്, അത് മനസ്സിലായി. പ്ലസ് സിംഗിൾ ബോണ്ട് ആണ്. ഓക്കെ, അപ്പൊ ANE പ്ലസ് OH ആണ്, OL. അത്ര നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഈ OHന്റെ പൊസിഷൻ പറയണം. അപ്പൊ എന്ത് ചെയ്യണം? വെറുതെ OL എഴുതാൻ പറ്റില്ല, 2OL. എന്താ? അപ്പൊ OH എവിടെയാ വരുന്നത്? 2ലാ വരുന്നത്. അപ്പൊ ഇവിടെ O എന്ന് പറയുന്നത് വൗവൽ ആയതുകൊണ്ട് ഇയും വൗവൽ ആയതുകൊണ്ട് ഈ ഡ്രോപ്പ് ചെയ്യണം. സോ ദ നെയിം ഈസ് ബ്യൂട്ടൻ 2OL. അപ്പൊ ഈ 2 വന്നപ്പോൾ ഒരു ഹൈഫൻ ഇട്ടാണ്ടോ, അതുകൊണ്ട് ഒരു വേർഡും സംഖ്യയും വരുമ്പോൾ ഹൈഫൻ ഇടാം. അപ്പൊ ബ്യൂട്ടൻ 2OL എന്നാണ് ഇതിന്റെ പേര്. കിട്ടിയോ? ക്ലിയർ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എന്തായിരിക്കും ഇതിന്റെ പേര്? എവിടുന്ന് നമ്പർ ഇട്ടാലും സെയിം ആണോ? ഞാൻ കേട്ടോ, ഇവിടെ നിന്നിട്ടാലും അവിടെ നിന്നിട്ടാലും സെയിം ആണ്. അപ്പൊ 3 കാർബൺ ഉള്ളത് കൊണ്ട് പ്രൊപ്പ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ANE പ്ലസ് OH വന്നതുകൊണ്ട് OL. ഓയിലിന്റെ പൊസിഷൻ രണ്ടാമത്തെ കാർബണിലാണ്. അപ്പൊ 2OL. ഇനി ഇവിടെ വൗവലാണോ? ഇത് വൗവലാണ്, അപ്പൊ ഇത് ഡ്രോപ്പ് ചെയ്യും. സോ
propan 2-ol. This is the name. Propan 2-ol. Propan 2-ol. ശരിയാ? Propan 2-ol. ഈ വേണ്ട. സാറേ മനസ്സിലായി, അടിപൊളി, സൂപ്പർ ആണല്ലോ. ഓക്കെ, ഇങ്ങനെ വന്നാൽ അതായത് രണ്ടെണ്ണം വന്നു. രണ്ടെണ്ണം വരുമ്പോ ഡൈ ഒ എൽ, അതായത് ഒ എല്ലിന് മുന്നിൽ ഒരു ഡൈ ചേർത്ത്. ഇത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 3, 4, 1, 2, 3, 2, 3യിലാണ്. 2,3. ഇതാണ് ഈ ബ്രാഞ്ചിന്റെ ഒരു നെയിം എന്ന് പറയുന്നത്. 2,3 ഡയോൾ. ഇനി നമുക്ക് എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 4 കാർബൺ ഉണ്ട്. അപ്പൊ ബ്യൂട്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്ലസ് ഇത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയോൾ വരുമ്പോൾ ഇതെന്തല്ല, വൗവലല്ല, ഡി ആണ്, വൗവലല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഡ്രോപ്പ് ചെയ്യരുത്. ശ്രദ്ധിച്ചോ? ഇവിടെ ഓയിൽ ഓയിൽ മാത്രം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്തത്. പക്ഷെ ഇവിടെ ഡയോൾ വരുമ്പോൾ ഡി എന്ന് പറയുന്നത് ഒരു സ്വരാക്ഷരമല്ല, വൗവലല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്യരുത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര് വരാം? ഇതിന്റെ പേര് വരുന്നത് ബ്യൂട്ടൻ 2,3 ഡയോൾ. ക്ലിയർ? ഇനി ഒരു എക്സാം കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്ഷൻ കഴിയും. അഞ്ചെണ്ണം വരുന്നത് 1, 2, 3, 4. പറ. ഇവിടുത്തെ നമ്പർ ഇട്ടത് 4 വരുന്നത്. ഇവിടെ നമ്പർ ഇപ്പൊ 1, 2, 3, 4, 5. കണ്ട 2 വരും. അപ്പൊ മൊത്തം 5 ഉണ്ട്. പെൻഡ് സിംഗിൾ ബോണ്ട് ആണ് എ. ബ്രാഞ്ച് ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. അപ്പൊ ഓയിൽ ഇവിടെ രണ്ടാമത്തെ കാർബണിലാണ് 2 ഓയിൽ. ഓയിൽ എന്ന് പറയുന്ന സ്വരാക്ഷരം, ഇത് സ്വരാക്ഷരം. ഈ ഡ്രോപ്പ് ചെയ്തു. സോ ദ നെയിം ഈസ് പെൻഡൻ 2-ol. കേട്ടാ? കിട്ടി. ദാറ്റ്സ് ഓൾ അബൌട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണ്? OH, ആൽക്കഹോളിനെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഫങ്ഷൻ ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ വരുന്നത് കാർബോക്സിലിക് ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ COOH. ചില സമയത്ത് എങ്ങനെ കാണിക്കും, ചില സമയത്ത് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണിക്കും. ഇത് ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് ചൊറുക്ക, വിനീഗർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, വിനീഗർ, ചൊറുക്ക എന്നൊക്കെ ചില അങ്ങനെ പറയും. അപ്പോ ആ ചൊറുക്ക എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നോക്കാം. അത് ഇതാണ് CH3COOH. കണ്ടോ? ഇതാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനം, ചൊറുക്ക. ഇതിന്റെ പേര് എങ്ങനെയാന്ന് വെച്ചാൽ COHലെ കാർബണിന്റെ 1 ആണ്, ഇത് 2. അപ്പൊ 2 കാർബൺ വന്നുകൊണ്ട് എത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE പ്ലസ്. ഇവിടെ COHന് ഒരു സഫിക്സ് ഉണ്ട്. ആ സഫിക്സ് ആണ് നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോകുന്നത്. ഓയിക് ആസിഡ്. ഇങ്ങനെയാണ് ഇതിന്റെ സഫിക്സ് ചേർക്കുന്നത്. അപ്പോ ഇവിടെ ചേർക്കേണ്ടത് എന്താണ്? ഓയിക് ആസിഡ്. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോ O എന്ന് പറയുന്ന സ്വരാക്ഷരമാണ്, E എന്ന് പറയുന്ന സ്വരാക്ഷരമാണ്. അപ്പൊ E എന്ന് എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? ഇതിന്റെ പേര് എത്തനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ്. ഇതാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന എന്ത്? ചൊറുക്ക. മനസ്സിലായോ? യെസ്. അപ്പൊ ഇനി നമുക്ക് ഇതേപോലെ എന്താണ് മറ്റ് കോമ്പൗണ്ട്സ് നോക്കാം. സഫിക്സ് മാറ്റി കളഞ്ഞു. ഓയിക് ആസിഡ് കേട്ടോ, ഓയിക് ആസിഡ്. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും ഇതിന്റെ പേരും സഫിക്സും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആൽക്കഹോളുകൾ എന്ന് പറയുന്നത് കോമൺ. അത് OH ആണ്. അതിന്റെ സഫിക്സ് എന്താണ്? OL. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം? ഒന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതിന്റെ സിമ്പൽ OH, അതിന്റെ കോമൺ നെയിം ആൽക്കഹോൾ, അതിനുപയോഗിക്കുന്ന സഫിക്സ് ഓയിൽ, അതിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന നമ്പർ ഇടണം. അതുപോലെ തന്നെ എന്താണ് പ്രത്യേകത? അത് ഡൈ വന്നു കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എഴുതാൻ, ANE അല്ലെങ്കിൽ EN. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന അടുത്തൊരു കോമ്പൗണ്ട് ഒരു കാർബൺ മാത്രമേ ഉള്ളൂ, COH.
ഇങ്ങനെ ഒരു ആസിഡ് ഉണ്ടെങ്കിൽ എന്ത് വരും? ഒരു കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ മെത്ത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN, COH വന്നുകൊണ്ട് ഓയിക് ആസിഡ്. ഓക്കെ, അപ്പോ ഈ ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ എന്തായി? മെഥനോയിക് ആസിഡ്. കണ്ടോ? വെരി ഈസി. ഓക്കെ, ഇനി നമുക്ക് 3 കാർബണുള്ള നോക്കാം. CH3, CH2, COOH. പലപ്പോഴും കുട്ടികൾക്ക് തെറ്റിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ COH ഗ്രൂപ്പായിട്ട് കാണുന്നുണ്ട് 1, 2 എത്തുന്നത് തെറ്റി. ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ COHലെ കാർബൺ ആണ് നിങ്ങൾ 1 എന്ന് കൊടുക്കേണ്ടത്. ദിസ് ഇസ് 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3. അപ്പൊ 3 കാർബൺ ഉണ്ട് അല്ലെ? 3 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പ്രൊപ്പർ പ്ലസ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE പ്ലസ് COH വന്നുകൊണ്ട് എന്താണ്? ഓയിക് ആസിഡ്. കിട്ടിയോ മക്കളെ? ഓയിക് ആസിഡ്. ഇതാണ് ഈ ഡ്രോപ്പ് ചെയ്യണം, കാരണം ഇവിടെ സ്വരാക്ഷരമാണ്. അപ്പൊ എന്താണ് ആൻസർ? പ്രൊപ്പനോയിക് ആസിഡ്. ക്ലിയർ? യെസ്. ഓക്കെ, ഈ 4 നോക്കാം. 1, 2, 3 COH. ഹൈഡ്രജൻ സാർ ഫില്ല് ചെയ്തിട്ടില്ല, നിങ്ങൾ ഫില്ല് ചെയ്താൽ 1, 2, 3, 4 4 വന്നു. ബ്യൂട്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, COH വന്നുകൊണ്ട് എന്താണ്? ഓയിക് ആസിഡ്. കണ്ടോ? അപ്പൊ ഇവിടെ ഈ ഡ്രോപ്പ് ചെയ്യണം. എന്താവും? ബ്യൂട്ടനോയിക് ആസിഡ്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് കാർബോക്സിലിക് ആസിഡ്. അപ്പോ സോ ഫാർ നമ്മൾ കുറെ പഠിച്ചു കഴിയുമ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് 2 പഠിച്ചതൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. 2, ഒന്ന് ഹൈഡ്രോക്സിൽ, ഒന്ന് കാർബോക്സിലിക്. ഇതിന്റെ സിമ്പിൾ OH, ഇതിന്റെ സിമ്പിൾ COOH. ഇവിടെ ഉപയോഗിക്കേണ്ട സഫിക്സ് ഓയിൽ, ഇവിടെ ഉപയോഗിക്കേണ്ട സഫിക്സ് ഓയിക് ആസിഡ്. കിട്ടിയോ? ഇതിന്റെ കോമൺ നെയിം ആൽക്കോഹോൾസ്. ഇതിന്റെ കോമൺ നെയിം കാർബോക്സിലിക് ആസിഡ്. കേട്ടാ? മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ശരിക്കും പേര് എന്താണ്? കാർബോക്സിലിക് എന്നാണ്. കാർബോക്സിലിക്. ഇത് ഹൈഡ്രോക്സിൽ. ഓക്കെ, ഇതിന്റെ കോമൺ നെയിം ആൽക്കഹോൾ, ഇതിന്റെ കോമൺ നെയിം കാർബോക്സിലിക് എന്താണ്? ആസിഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. നമ്മൾ പഠിച്ചത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പാണ് ഇപ്പൊ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ആൽഡിഹൈഡ്. ഓക്കെ, മക്കളെ മൂന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ? അപ്പൊ അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് CHO ആണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സഫിക്സ് എന്ന് പറയുന്നത് AL. ഓയിൽ അല്ല, ശ്രദ്ധിക്കണം, AL. ഓക്കെ, അപ്പൊ ഇതിന്റെ കോമൺ നെയിം വരുന്നത് ആൽഡിഹൈഡ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെയൊക്കെ കോമൺ നെയിം എന്താണ്? ആദ്യത്തേത് ഹൈഡ്രോക്സിൽ, കോമൺ നെയിം എന്താണ്? ആൽക്കഹോൾ. രണ്ടാമത്തേത് കാർബോക്സിൽ, കോമൺ നെയിം എന്താണ്? കാർബോക്സിലിക് ആസിഡ്. മൂന്നാമത്തെ എന്താണ്? ആൽഡിഹൈഡ്, കോമൺ നെയിം എന്താണ്? ആൽഡിഹൈഡ്. ഓക്കെ, യെസ്. ആദ്യത്തെ എന്താ പഠിച്ചത്? OH, അതിന്റെ സഫിക്സ് എന്താണ്? ഓയിൽ. പിന്നെന്താ പഠിച്ചത്? COOH, അതിന്റെ സഫിക്സ് എന്താണ്? ഓയിക് ആസിഡ്. ഇപ്പൊ പഠിക്കാൻ പോകുന്നത് എന്താണ്? CHO. ഇതൊരു ഗ്രൂപ്പാണ്. ഇതിന്റെ സഫിക്സ് എന്താണ് വരുന്നത്? AL. കിട്ടിയല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 കാർബൺ വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ഈ CHOയിലെ കാർബണിന്റെ നമ്പർ 1 ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. COHലായാലും CHOയിലായാലും അതിനകത്തുള്ള കാർബണിന്റെ നമ്പർ 1. അപ്പൊ CHOയിലെ കാർബൺ നമ്പർ 1 ഇട്ടു സാർ, ഇത് നമ്പർ 2. ഓക്കെ, അപ്പൊ 1 2 വരുമ്പോ എന്താവും? എത്ത്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, CHO വന്നുകൊണ്ട് AL. അപ്പോ സാറെ നേരത്തെ പറഞ്ഞ വവ്വൽ ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ ഉണ്ടോ? ഇത് A ആണ്, ഇത് E ആണ്. രണ്ടുപേരും വവ്വൽസ് ആണ്. അപ്പൊ രണ്ടുപേരും വവ്വൽസ് ആണ്. അപ്പൊ ഈ ഡ്രോപ്പ് ചെയ്യാം. സോ എന്താണ് ഇതിന്റെ പേര്? എഥനാൽ. കണ്ടോ? വെരി ഈസി. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം വരുന്നത് CHO. ഒരു കാർബൺ കൊണ്ട് വെരി ഈസിയാണ്. മെത്ത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, CHO വന്നുകൊണ്ട് AL. ഈ ഡ്രോപ്പ് ചെയ്തു. സോ നെയിം മെഥനാൽ. കണ്ടോ? അത്രയുള്ള മക്കളെ, വളരെ ഈസി. നമ്മൾ മെയിൻ ആയിട്ട് ഈ സാധനങ്ങൾ പഠിച്ചു പോകും, ഈ 2 കാര്യങ്ങൾ പഠിച്ചു പോകും. ഓക്കെ, അടുത്തത് CCCHO.
മൂന്നെണ്ണം വന്നു. 1 2 3. ഓക്കെ, മൂന്നെണ്ണം വന്നുകൊണ്ട് എന്താ പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് CH വന്നുകൊണ്ട് AN, ഈ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ എന്താണ് പ്രൊപ്പനാൽ. ഇനി എഴുതണോ സാറ്? എഴുതണോ? വേണ്ട സാറേ, മനസ്സിലായി. ഓക്കെ, എന്നാലും ഞാൻ 1 2 3 CHO. ചില കുട്ടികൾ എന്താ ചോദിച്ചാൽ ഇതിന് ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്പർ ഇടും, തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ സാറ് കണ്ടിട്ടുണ്ട്. ഇതിന് നമ്പർ നമ്പർ 1 2 3 4. ഓക്കെ, ഇങ്ങനെ നമ്പർ ഇടുമ്പോ 4 വന്നുകൊണ്ട് ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഓക്കെ, CH ആൽഡിഹൈഡ് ആയതുകൊണ്ട് AL, ഈ ഡ്രോപ്പ് ചെയ്യുക. സോ ബ്യൂട്ടനാൽ. ക്ലിയർ? ദാറ്റ്സ് ഓൾ അബൌട്ട് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഓരോ ഗ്രൂപ്പ് പഠിക്കുമ്പോഴും മറ്റു ഗ്രൂപ്പ് ഒന്നും കൂടി റിവൈസ് ചെയ്യണം. ഫസ്റ്റ് ഗ്രൂപ്പ് എന്തായിരുന്നു? ഹൈഡ്രോക്സിൽ. എന്തായിരുന്നു അതിന്റെ സിമ്പിൾ? OH. എന്തായിരുന്നു അതിന്റെ സഫിക്സ്? OL. എന്താണ് അതിന്റെ കോമൺ നെയിം? ആൽക്കഹോൾ. അടുത്തത് കാർബോക്സിൽ. കാർബോക്സിൽ ഗ്രൂപ്പ്. എന്താണ് അതിന്റെ സിമ്പിൾ? COH അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH. എന്താണ് അവിടെ ഉപയോഗിക്കേണ്ട സഫിക്സ്? OIC ആസിഡ്. എന്താണ് അതിന്റെ കോമൺ നെയിം? കാർബോക്സിലിക് ആസിഡ്. ഇപ്പൊ എന്താ പഠിച്ചത്? ആൽഡിഹൈഡ് ഗ്രൂപ്പ്. എന്താണ് അതിന്റെ കോമൺ നെയിം? ആൽഡിഹൈഡ്സ്. എന്താണ് അതിന്റെ സിമ്പിൾ? CHO. എന്താണ് അവിടെ ഉപയോഗിക്കേണ്ട സഫിക്സ്? AL. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കീറ്റോ ഗ്രൂപ്പാണ്. കീറ്റോ. അപ്പൊ മക്കളെ, നാലാമത്തെ 6 ഉണ്ടായിരുന്നു. നാലാമത്തെ ഫങ്ഷൻ ഗ്രൂപ്പാണ് കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ നമ്മൾ കോമൺ ആയിട്ട് അവരെ വിളിക്കുന്നത് കീറ്റോൺസ്. ഓക്കെ, ക്ലിയർ? ഈ അവസാനം കണ്ട 1 ഇല്ലേ, അതാണ് അതിന്റെ സഫിക്സ് ആയിട്ട് വരുന്നത്. സഫിക്സ് എന്ന് പറയുന്നത് 1. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് എങ്ങനെ ഇരിക്കും സാർ? ഇത് ഇങ്ങനെ ഇരിക്കും. C ഡബിൾ ബോണ്ട് കണ്ടോ? അപ്പൊ ഇച്ചിരി പണിയുണ്ട്. അതിനകത്തൊരു കാർബൺ ഉണ്ട്, ഡബിൾ ബോണ്ട് O ഉണ്ട്. ചില സമയത്ത് നമുക്ക് പണി തരുന്ന ഈ കീറ്റോൺസ് ശ്രദ്ധിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. C ഡബിൾ ബോണ്ട് O. ഇവിടെ ഞാൻ പേര് CH3. ഇവിടെ 4 ബോണ്ടിലൂടെ ഹൈഡ്രജൻ ഇടുന്നത് CH3. ക്ലിയർ? സോ ഇവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ കീറ്റോൺ, ഈ ഗ്രൂപ്പിനെ ഏറ്റവും കുറവ് നമ്മൾ എവിടെ നിട്ടാൽ 2 വരും. 1 2 3 ആണോ? 1 2 3. അപ്പൊ 3 വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊപ്പ് നിടാം. ഓക്കെ, കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഏത് ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കണത്? കീറ്റോൺ. അപ്പൊ എന്ത് ചേർക്കണം? 1 1. ഇനി നിങ്ങൾ പറയും ഈ ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ? ഈ ഡ്രോപ്പ് ചെയ്യണം മക്കളെ. കാരണം എന്താ? ഇവിടെ O ആണ്, ഇവിടെ E ആണ്. ഈ ഡ്രോപ്പ് ചെയ്യണം കാരണം ഇവിടെ വവ്വലാണ്. അപ്പൊ വവ്വൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. സോ പ്രൊപ്പൻ 1, പ്രൊപ്പനോൺ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കീറ്റോൺ കിടക്കുന്ന രണ്ടാമത്തെ കാർബൺ ആയതുകൊണ്ട് അതിന്റെ പൊസിഷൻ പറയാം. പക്ഷേ ഈ 3 മേലുള്ളതിന് മാത്രം പൊസിഷൻ നിർബന്ധമായിട്ട് പറഞ്ഞാൽ മതി കീറ്റോണിന്റെ കേസിൽ. കാരണം കീറ്റോൺ എപ്പോഴും നമുക്ക് എന്താണ് അറ്റത്ത് കിടത്താൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഒരെണ്ണായിട്ട് നമുക്ക് ചുറ്റിനും ആരെങ്കിലൊക്കെ വേണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പ്രൊപ്പനോൺ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്താണ് ഇവിടെ തന്നെ വരുള്ളൂ, അറ്റത്ത് വരില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്റെ പൊസിഷൻ പറഞ്ഞില്ലെങ്കിലും തെറ്റില്ല, പക്ഷെ പറയാം നമുക്ക്. അപ്പൊ എന്താവും? പ്രൊപ്പൻ 2 1. അങ്ങനെ ഇത് രണ്ടും ശരിയാണ് കേട്ടോ. പൊസിഷൻ ഇല്ലാതെ എഴുതിയാലും പൊസിഷൻ ഉള്ള പോലെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ ഓക്കെ. 1 2 3 4 1 2 3 4 5. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ. പരീക്ഷ മിക്കവാറും ഈ രീതിയിലാണ് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, എന്താണ് ഇതിന്റെ പേര്? അപ്പൊ എവിടെ നിന്ന് നമ്പർ ഇടണം? ഈ കീറ്റോൺ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. CO എന്ന് കണ്ട കാർബൺ മോണോക്സൈഡ് ഒന്നും അല്ല, കീറ്റോൺ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് 1 2 3 4 5 ഇങ്ങനെ നമ്പർ ഇട്ടു. അപ്പൊ നമ്മളിവിടെ പെന്റ് 5 കാർബണുള്ളത് പെന്റ് നേടി. പിന്നെ സിംഗിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ANE എഴുതി. പ്ലസ് ഇത് രണ്ടാമത്തെ കാർബണിലാണ്. അപ്പൊ 2 1. ഓക്കെ, ഇനി ഇവിടെ O വവൽ ആയതുകൊണ്ട് ഈ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം. സോ ദ നെയിം ഈസ് പെൻഡൻ
2 1. ക്ലിയർ? യെസ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഓക്കെ, ഇതിനകത്ത് ഇവിടെയാണ് സി. ഓക്കെ, CH3, CH2, CH2, CH2. എന്തായിരിക്കും ഇതിന്റെ? ഒന്നുമില്ല, നമ്മൾ എവിടെ നമ്പർ ഇട്ടാലും 3 വരുന്നത് അല്ലേ? 1 2 3 4 5. ഈ കീറ്റോൺ ഗ്രൂപ്പിന് ഏറ്റവും കുറഞ്ഞ നമ്പർ. അപ്പൊ 5 വന്നുകൊണ്ട് പെന്റ്. ഓക്കെ, പ്ലസ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A പ്ലസ് 3 കീറ്റോൺ. 3 1 ചേർത്ത് എഴുതുമ്പോ പെന്റ് AN ഈ ഡ്രോപ്പ് ചെയ്യണം. കണ്ടോ? 3 1. വളരെ ശ്രദ്ധിക്കണോട്ടെ, ഈ ഡ്രോപ്പ് ചെയ്യണ കാര്യമൊക്കെ മറന്നു പോകരുത്. അപ്പൊ ഉത്തരം തെറ്റിപ്പോകും. അപ്പൊ പെന്റൻ 3 1 എന്നാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് കീറ്റോ ഗ്രൂപ്പ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ആള് ഹാലോ ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ? അപ്പൊ മക്കൾ അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഹാലോ ഗ്രൂപ്പാണ്. ഹാലോ, മനസ്സിലായോ? നമുക്ക് കോമൺലി ഇവര് നമ്മൾ ഹാലോജൻസ് എന്നാണ് വിളിക്കുക. ഹാലോജൻസ് അല്ലെങ്കിൽ ഹാലോ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ 17ാമത്തെ ഗ്രൂപ്പിൽ താഴേക്കുള്ളത്, അതായത് ഫ്ലോറിന്റെ താഴെ വരുന്ന ക്ലോറിൻ, ക്ലോറിന് താഴെ വരുന്ന ബ്രോമിൻ, ബ്രോമിന് താഴെ വരുന്ന ഐഡിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ. അപ്പൊ ആ സിമ്പിളൊക്കെ അറിയണം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ. ഇത് സഫിക്സ് അല്ല, ശ്രദ്ധിക്കണം. ഇത് സഫിക്സ് അല്ല, ഇത് പ്രിഫിക്സ് ആണ്. വേർഡ് റൂട്ടിന് മുന്നിൽ എഴുതണം. ശ്രദ്ധിക്കണം, പ്രിഫിക്സ്, പ്രിഫിക്സ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഫിക്സ് ആയിരുന്നു. ഏതൊക്കെ നമ്മൾ പഠിച്ചു? ഹൈഡ്രോക്സിൽ OH, ഓയിൽ എന്ന് ചേർക്കണം. അതിനുശേഷം നമ്മൾ കാർബോക്സിലേക്ക് COH, നമ്മൾ എന്തെടുക്കണം? OIC ആസിഡ് എന്ന് ചേർക്കണം. അതിനുശേഷം ആൽഡിഹൈഡ് CHO, നമ്മൾ AL എന്ന് ചേർക്കണം. അതിനുശേഷം കീറ്റോൺ COO, എന്താ ചേർക്കേണ്ടത്? ONE 1 എന്ന് ചേർക്കണം. ഇതൊക്കെ വേർഡ് റൂട്ടിന് ശേഷം സഫിക്സ് ആയിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് വേർഡ് റൂട്ടിന് മുന്നിൽ പ്രിഫിക്സ് ആയിട്ടാണ് എഴുതുന്നത്. വേർഡ് റൂട്ടിന് മുന്നിലാണ് എഴുതുന്നത്. നമ്മൾ നീതയിലൊക്കെ എഴുതൂലേ, അതുപോലെയാണ് ഇത് എഴുതുന്നത്. കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പൊ എഴുതുമ്പോൾ ചേക്കേണ്ടത് ഈ ഹാലോ പോലെ പറയണം. ഇപ്പൊ ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ഓക്കെ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, ഐഡിൻ ആണെങ്കിൽ അയോഡോ. ഉണ്ടോ? അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അതിന്റെ ഇത് നോക്കാം എങ്ങനെ എഴുതാന്നുള്ളത്. ഓക്കെ, ശരി. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു കോമ്പൗണ്ട് എഴുതാണ്. CH3CCH3 ക്ലോറിൻ. ഓക്കെ, എന്താണ് ഇതിന്റെ പേര്? അപ്പൊ ഈ ക്ലോറിൻ നമ്പർ വരുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ ഇട്ടാൽ ഇങ്ങനെ ഇട്ടാലും 2 തന്നെ വരും. 3 ഉള്ളത് കൊണ്ട്, മെയിൻ ചെയിനിൽ 3 ഉള്ളത് കൊണ്ട് പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A. ഓക്കെ, ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറോ, ക്ലോറോ. കണ്ടോ? പക്ഷെ അത് പ്രിഫിക്സ് ആണ്. ശ്രദ്ധിക്കണം മക്കളെ, പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് എന്താണ്? പ്രിഫിക്സിന്റെ പ്രത്യേകത ഈ പറയുന്ന എന്താണ്? വേർഡ് മുന്നിൽ എഴുതണം. അപ്പൊ ക്ലോറോ. ഓക്കെ, വെറുതെ ക്ലോറോ എഴുതിയാൽ പോരാ, അതിന്റെ പൊസിഷൻ പറയണം. 2 ക്ലോറോ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? 2 ക്ലോറോ പ്രൊപ്പെയിൻ. കണ്ടോ? വെരി ഈസി. ഓക്കെ, ഇങ്ങനെ എഴുതാലോ. ക്ലോറിൻ മാറി ബ്രോമിൻ വന്നേ ഉള്ളൂ. അപ്പൊ 3 കാർബൺ ഉണ്ട്. അപ്പൊ എന്താണ്? പ്രൊപ്പ്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ബ്രോമിൻ വന്നത് രണ്ടാമത്തെ കാർബണിലാണ്. അപ്പൊ 2 ബ്രോമോ. സിമ്പിൾ. ഇവിടെ ഒരു ബ്രോമിൻ വരും. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യും? അപ്പൊ ഒന്നുമില്ല മക്കളെ, ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ ബ്രോമിൻ എന്താണ്? 2 ഉള്ളത് കൊണ്ട് ഡൈ ചേർക്കണം. ഡൈ ബ്രോമോ. കണ്ടോ? ഇനി ഇത് കിടക്കുന്നത് 2-ലാണ്. അപ്പൊ 2 പൊസിഷനും പറയണം. അപ്പൊ 2,2 ഡൈ ബ്രോമോ പ്രൊപ്പൈൻ. ശരിയല്ലോ? യെസ്. എന്ത് ചെയ്യും? ഇവിടെ 1 2 3 4 ആണ്. അപ്പൊ 2,3 ഡൈ ബ്രോമോ. ഇതാണ് നമ്മുടെ പ്രിഫിക്സ് ആയിട്ട് വരുന്നത്.
ഇവിടെ 4 കാർബൺ ഉള്ളത് കൊണ്ട് ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ. സോ വെരി ഈസി 2,3 ഡൈ ബ്രോമോ ബ്യൂട്ടേൻ. സോ മക്കളെ ഇതൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ 1, 2, 3 വീഡിയോ കണ്ടവർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഐഡി വെച്ച് പറഞ്ഞ എഴുതാം. ഐഡി 1, 2, 3, 4, 5 ഐഡി. ഈ ഐഡി എവിടെയാണ്? അപ്പൊ ഐഡി അവിടെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ പറഞ്ഞാൽ മതി, എന്നാലും പ്രശ്നമൊന്നുമില്ല. 1, 2, 3, 4, 5. 1 അയോഡോ, കണ്ടോ? 5 വരെ ഉള്ളത് പെന്റ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അത് ഈതറുകളാണ്. ഈതറുകൾ എന്ന് പറയും. അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ അടുത്ത സെക്ഷനിൽ പറയാം. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ഈ 5ാമത്തെ വന്നപ്പോൾ മാത്രം പ്രിഫിക്സ് എന്നുള്ള കാര്യം ഓർക്കണം. ഏതൊക്കെയാണത്? ക്ലോറിൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ വരുമ്പോൾ ചേർക്കേണ്ടത് ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, ഐഡോ. ഓക്കെ, ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്താണ് നമ്മൾ ചേർക്കേണ്ടത്? OH വരും, OL. അടുത്ത് നമ്മൾ പഠിച്ച കാർബോക്സിലിക്, അത് നമ്മൾ എന്ത് ചേർക്കാം? കാർബോക്സിലിക് ആസിഡ് എന്ത് ചേർക്കണം? COH ആണ്. എന്ത് ചേർക്കണം? OIC ആസിഡ് ചേർക്കണം. അടുത്തത് ആൽഡിഹൈഡ് CHO എന്ത് ചേർക്കണം? AL എന്ന് ചേർക്കണം. അടുത്തത് കീറ്റോൺ C ഡബിൾ ബോണ്ട് O അല്ലെങ്കിൽ CO എന്ത് ചേർക്കണം? ONE 1 ചേർക്കണം. അത്രയും സഫിക്സ് ആണ് വേർഡ് വിശേഷം. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. സാർ എന്താ ഇങ്ങനെ പറയണത്? ഇപ്പൊ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പക്ഷെ അതങ്ങനെ പറഞ്ഞ് റിപ്പീറ്റേഷൻ ആണ് നമുക്കത് കിട്ടത്തുള്ളൂ. മനസ്സിലായി? അല്ലെങ്കിൽ മറന്നുപോകും. അപ്പോ ഇത് പഠിക്കുമ്പോൾ എന്താണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഓരോന്ന് ചേർക്കേണ്ടത് എങ്ങനെയാണ്? ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, ഐഡോ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സഫിക്സ്, ഇറ്റ് ഈസ് പ്രിഫിക്സ്. അതായത് വേർഡ് റൂട്ടിന് മുന്നിലാണ് ചേർക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് എന്ത് നമുക്ക് പഠിക്കാനുള്ളത്? ഈതറുകൾ. കോമൺ നെയിമാണ് ഈതറുകൾ. അതെന്താണ് നമുക്ക് നോക്കാം. 6th വണ്ണാണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയും. ആൽക്കോക്സി, അതായത് നമ്മുടെ ചെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാല് R കണ്ട, R വരും, OR. ഇങ്ങനെ വരുന്നതാണ് ഇത് ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ OR എന്ന് കേട്ട് ഞെട്ടൊന്നും വേണ്ട. R എന്ന് പറഞ്ഞാൽ റാഡിക്കൽ എന്ന അർത്ഥത്തിലാണ്. ഉദാഹരണം പറഞ്ഞാൽ CH4 ഒരു ഹൈഡ്രജൻ പോയാൽ എന്തായി മാറും? CH3 ആയിട്ട് മാറുമല്ലോ. ഇത് നമ്മൾ CH3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് R ആണെന്ന് പറയും. മനസ്സിലായോ? അടുത്തത് CH3 CH2, അടുത്ത R കണ്ടോ? അടുത്തത് CH3 CH2 CH2, അടുത്ത R, അടുത്ത റാഡിക്കൽ. സിമ്പിൾ ആണ്, ഒന്നുമില്ല. അതായത് ഇപ്പോ ഞാനിപ്പോ ഇവിടെ ഒരാളെ എഴുതി കണ്ടോ? ഓക്കെ, ഇതിന്റെ ഇപ്പുറത്തേക്ക് ഞാനൊരു കാർബൺ എഴുതി, ഇപ്പുറത്തേക്ക് ഒരു കാർബൺ എഴുതി. അപ്പൊ ഈ കാർബൺ എങ്ങനെ ഇരിക്കും? CH3. ഈ കാർബൺ എന്തായിരിക്കും? CH3. ഇത് ആറാണ്, ഇതാണ് R. ഇപ്പോൾ 2 കാർബൺ തന്നെയായിരിക്കും. അപ്പൊ CH2 CH3. അപ്പൊ ഇത്രയും വേറൊരു ആറാണ് കണ്ടോ? അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, ബാലൻസ്, അതിനെയാണ് നമ്മൾ R എന്ന് പറയുന്നത്. ഇത് ലോങ്ങർ ആണ്, ഇത് ഷോർട്ടർ ആണ്. ചെറുതാണ് ഷോർട്ടർ, ഇത് ലോങ്ങർ. കിട്ടിയോ? കിട്ടി. അപ്പൊ ഷോർട്ടറിന്റെ ഒപ്പം നമ്മൾ ഓക്സി എന്ന് ചേർക്കണം, ലോങ്ങറിന്റെ ഒപ്പം നമ്മൾ ANE ചേർക്കണം. ഇതാണ് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം. ഷോർട്ടർ ചെറുതിന്റെ ഒപ്പം നമ്മൾ ഓക്സി എന്ന് ചേർക്കണം, വലുതിന്റെ ഒപ്പം നമ്മൾ എന്ത് ചേർക്കണം? ANE എന്ന് ചേർക്കണം. കിട്ടിയോ? അപ്പൊ നമുക്ക് ഇതിന്റെ പേരൊന്ന് നോക്കാം. ഇവിടെ സഫിക്സ് പ്രിഫിക്സ് എന്നല്ല സാറ് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ടറിന്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സി എന്ന വാക്ക് ചേർക്കണം. ലോങ്ങറിന്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ANE എന്ന് ചേർക്കണം. ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരെണ്ണം എഴുതി നോക്കാം. COC. ഹലോ, ഞാൻ ഇവിടെ ഫില്ല് ചെയ്യണേ. CH3 CH2 CH2. അപ്പൊ ഇങ്ങനെ ഒരു പേര് കിട്ടിയ നടുവിൽ O മാത്രമേ ഉള്ളൂ കേട്ടോ, O മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. നമ്മൾ ജനറൽ ആയിട്ട് ഇതിനെ കോമൺ ആയിട്ട് പറയും ഈതർ. ഈ ആൽക്കോക്സി ഗ്രൂപ്പിനെ നമ്മൾ ഈ ഓയുടെ അപ്പുറവും ഇപ്പുറമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 2 കാർബൺ. ഇതിന്റെ വേർഡ് റൂട്ട് എത്ത്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. ഇതിന്റെ വേർഡ് റൂട്ട് മെത്ത്.
ഇങ്ങനെ സാറ് പറഞ്ഞു ഷോർട്ടറിന്റെ ഒപ്പം ഓക്സി ചേർക്കുക. ഇപ്പൊ മെത്തിന്റെ ഒപ്പം ഓക്സി ചേർക്കുക, ലോങ്ങറിന്റെ ഒപ്പം എ എൻ ചേർക്കുക, വലുതിന്റെ ഒപ്പം എ എൻ ചേർക്കുക. ഇത് ഷോർട്ടർ ആദ്യം പറയാ, ലോങ്ങർ പറയാം. അപ്പൊ എന്താവും പേര്? മീതോക്സി ഈഥെയ്ൻ. ശ്രദ്ധിച്ച മക്കളെ, ഒന്നുകൂടി പറയാം സാറ്. ഈ ഓയുടെ അപ്പുറം ഇപ്പുറം നോക്കുക, അതിൽ ചെറുതും വലുതും കണ്ടുപിടിക്കുക. ചെറുതെന്ന് ഉദ്ദേശിക്കുന്ന ഓയിഡിന് ശേഷം വരുന്ന കാർബണിന്റെ എണ്ണം നോക്കുക. ഇവിടെ ഒരെണ്ണമുള്ളൂ മെത്ത്, ചെറുത് അതാണ്. അതുപോലെ ഓക്സിജന് മുന്നേ ഇവിടെ ഉള്ള ഈ ഓക്സിജന് മുന്നേ ഉള്ള ഇവിടെ ഉള്ള 2 കാർബൺ നോക്കുമ്പോൾ 2 ഉണ്ട്. കാരണം മൊത്തത്തിൽ എടുക്കണേ, ഇവിടെ മൊത്തത്തിൽ എടുക്കണം. അപ്പൊ 2 ഉണ്ട്. അത് 2 വരുമ്പോൾ വേറോട്ട് എന്താ? എത്ത്. ആ കൂടുതലുള്ളതിന്റെ കൂടെ എൻ ചേർക്കണം, കുറവുള്ളതിന്റെ കൂടെ നിങ്ങൾ ഓക്സി ചേർക്കണം. അപ്പൊ എന്താവും പേര്? ഈ കുറവുള്ളത് ആദ്യം പറയണം, മീതോക്സി. ദെൻ ഇത് പറയണം, ഈഥെയ്ൻ. മീതോക്സി ഈഥെയ്ൻ. ക്ലിയർ? യെസ്. ഇപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ആൽക്കോക്സി, ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് നമ്മൾ പറയാം. നിങ്ങൾ അങ്ങനെയൊക്കെ ടീച്ചർ സ്കൂളിൽ പറയുമ്പോൾ നിങ്ങൾ കേട്ടതായിട്ട് ഓർമ്മ വേണം. അത് നിങ്ങൾ സാറേ അങ്ങനെ പറഞ്ഞത്, ആൽക്കോക്സി ആൽക്കെയിൻ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും? ഇവിടെ ഇത് രണ്ടും സെയിം അല്ലേ? ഓക്കെ, ഇവിടെ ഒരെണ്ണുള്ളൂ, ഇവിടെ ഒരെണ്ണുള്ളൂ. ഇതിന്റെ പേര് മെത്ത്, ഇതിന്റെ പേര് മെത്ത്. കണ്ടോ? ഇത് രണ്ടും സിംഗിൾ ആണ്, സിംഗിൾ പെർസെന്റ്. സോ അങ്ങനെ വരുമ്പോൾ ഇഷ്ടമുള്ള എടുക്കാം, രണ്ടും സെയിം അല്ലേ? അപ്പൊ ഇതെടുത്തു, ഇതിന്റെ കൂടെ ഓക്സി ചേർത്തു, മീതോക്സി. ഇതിന്റെ കൂടെ എയിന് ചേർത്തു, മീഥെയ്ൻ. ദാറ്റ്സ് ഓൾ. കണ്ടോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇനി വേറെ ഒരെണ്ണം. ഓക്കെ, CH3, CH2, 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 CH. ഇതിന്റെ പേര് നമ്മൾ മക്കളെ ശ്രദ്ധിക്കട്ടെ. ഇവിടെ ബ്രേക്ക് ചെയ്യുക, 1 2 3 പ്രൊപ്പ്. ഇവിടെ ബ്രേക്ക് ചെയ്യുക, 1 2 എന്താണ്? എത്ത്. അത് ഏതാണ് ചെറുത്? ചെറുത് ഇതാണ് ഷോർട്ട്. അപ്പൊ അതിന്റെ കൂടെ ഓക്സി ചേർക്കും. വലുത് ഇതാണ്, അതിന്റെ കൂടെ എൻ ചേർക്കും. ഇതിന് ഓക്സി ഉള്ള ടൈം ആദ്യം ഇല്ല, ഈഥോക്സി പ്രൊപ്പേൻ. കണ്ടോ? ഇവിടെ പൊസിഷൻ പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിന്റെ അപ്പുറം ഇപ്പുറം തിരിച്ച് അങ്ങനെ എഴുതണം. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന ഈ കോമ്പൗണ്ടിൽ വിളിക്കുന്ന പേരാണ്, ജനറൽ കോമൺ നെയിം ആണ് എന്ത്? ഈഥറുകൾ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സഫിക്സും പ്രിഫിക്സും ഒന്നും ഇല്ല ഇവിടെ. ആൽക്കോക്സി ആൽക്കെയിൻ, അതാണ് അതിന്റെ ഒരു രൂപം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? സോ 6 നമ്മൾ ഇന്ന് പഠിച്ചു. ഓക്കെ, അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലം ഞാനിപ്പോൾ ചെയ്യിപ്പിക്കും. അതിന് മുന്നേ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. ആദ്യം പഠിച്ചത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്, കോമൺ നെയിം ആൽക്കഹോൾ ആണ്, അതിന്റെ സിമ്പിൾ OH ആണ്. നമ്മൾ ചേർക്കേണ്ടത് OL. എന്താണ് ചേർക്കേണ്ടത്? OL. രണ്ടാമത് പഠിച്ചത് കാർബോക്സിലാണ്, കോമൺ നെയിം കാർബോക്സിലിക് ആസിഡ്സ് ആണ്, അതിന്റെ സിമ്പിൾ COH ആണ്. നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ഓയിക് ആസിഡ്, സഫിക്സ്. മൂന്നാമത് പഠിച്ചത് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്സ് ആണ് കോമൺ നെയിം, CHO ആണ്, AL ആണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് കീറ്റോൺ ആണ്. കീറ്റോൺ എന്ന് പറഞ്ഞാൽ CO, C ഡബിൾ ബോണ്ട് O. ഓക്കെ, കീറ്റോൺസ് എന്നാണ് അതിന്റെ കോമൺ നെയിം. നമ്മൾ ചേർക്കേണ്ടത് ആ കീറ്റോണിൽ തന്നെ കിടപ്പുണ്ട് 1 ONE, സഫിക്സ് ആണ്. പിന്നെ നമ്മൾ ഇതിന് വ്യത്യസ്തമായിട്ട് പ്രിഫിക്സ് ആയിട്ടുള്ള ഒരാളെ പഠിച്ചു, അതാണ് ഹാലോ ഗ്രൂപ്പ്. അത് 17ാമത്തെ ഗ്രൂപ്പിലെ താഴേക്കുള്ള എലമെന്റ്സ്, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അത് വന്ന് നമ്മൾ ചേർക്കേണ്ടത് ഫ്ലൂറോ, ഫ്ലോറോ, ബ്രോമോ, അയഡോ. പക്ഷേ അത് സഫിക്സ് അല്ല, അത് പ്രിഫിക്സ് ആണ്. അത് എവിടെയാണ് ചേർക്കേണ്ടത്? വേർഡ് റൂട്ടിന് മുന്നിലാണ് ചേർക്കേണ്ടത്. ക്ലിയർ? ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ആൽക്കോക്സി ആൽക്കെയിൻ, ഈഥറുകൾ. അതായത് ഒരു ഓക്സിജൻ ആയിരിക്കും നിങ്ങൾ അവിടെ കാണുക, ഓക്സിജന്റെ അപ്പുറം ഇപ്പുറമായിട്ട് കാർബൺ ചെയിനുകൾ ഉണ്ടാവും. അതിന് നമ്മൾ 6 എന്ന് പറയും ജനറൽ ആയിട്ട്, റാഡിക്കൽസ്. ഓക്കെ, അപ്പൊ ആ കാർബൺ ചെയിനിൽ വലുതും ചെറുതും നോക്കണം. ഒരേപോലെയാണെങ്കിൽ പ്രശ്നമില്ല. വലുതും ചെറുതുമാണെങ്കിൽ ചെറുതിന്റെ കൂടെ ഓക്സി ചേർക്കുക, വലുതിന്റെ കൂടെ AN ചേർക്കുക. എന്നിട്ട് ആ ഓക്സി ചേർത്തത് ആദ്യം എഴുതണം, എന്നിട്ട് AN ചേർത്തത് ലാസ്റ്റ് എഴുതണം. എപ്പോഴും നമ്മൾ AN ലാസ്റ്റ് അല്ലേ വരാം, അപ്പൊ പിന്നെ അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല. ചെറുതിന്റെ കൂടെയാണ് ഓക്സി ചേർക്കേണ്ടത് എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് തരുമ്പോൾ ഇത് ഇവിടെ രണ്ടാമത്, ഇത് ആദ്യം തന്നാലും രണ്ടാമത് തന്നാലും ഇത് എപ്പോഴും എന്താ എഴുതണം? ആദ്യം എഴുതേണ്ടത്. ആ കാര്യം മറക്കരുത്. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ തരുമ്പേ കുട്ടികൾ വിചാരിക്കും ഇത് പ്രൊപ്പ്, ഇത് ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യും? പ്രൊപ്പൈൻ ഈഥോക്സിൻ എഴുതും. അങ്ങനെ എഴുതരുത്, കേട്ടല്ലോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി 6 എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി നമുക്ക് അതിന്റെ ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ?